കെയ്റോസ് ക്യാരക്ടറിൻ്റെ സ്കില്ല് ഏതായാലും ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എനിമിയുടെ വെസ്റ്റൊക്കെ ഇത്ര പെട്ടെന്ന് തന്നെ പൊട്ടിയിട്ടുണ്ട്. ഈ പുതിയ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഗൈസ്, നമ്മുടെ ഗെയിമിലാണെങ്കിൽ ഇത് പാരഡോക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നതായിട്ട് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് മെയിൻ റിവാർഡാണ് ഒരു കിഡിലിന് ഇമോട്ടും പിന്നെ കെയ്റോസ് ക്യാരക്ടറും. 50 ടോക്കനും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കെയ്റോസ് ക്യാരക്ടറിനെ ക്ലെയിം ചെയ്യാൻ പറ്റും. സിമ്പിൾ മിഷൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ടോക്കൺ ഉണ്ടാക്കാൻ പറ്റും. ഈ ക്യാരക്ടറിനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഡയമണ്ടും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മളാണെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. ഈ ക്യാരക്ടർ യൂസ് ചെയ്ത് കളിക്കണോ അതോ ഇതൊരു വെറും ചാത്തൻ ക്യാരക്ടറാണോ എന്ന് നമുക്ക് നോക്കാം. ഈ ക്യാരക്ടർ അടങ്ങിയിട്ടുള്ളൊരു പ്രീസെറ്റ് കോമ്പിനേഷനും ഈ ക്യാരക്ടറിന് ഒരു റേറ്റിംഗും അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ക്യാരക്ടറിനെ ക്ലെയിം ചെയ്തപ്പോഴത്തേക്കും ക്യാരക്ടറിനെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആക്റ്റീവ് ക്യാരക്ടർ അല്ല, ഇതൊരു പാസീവ് ക്യാരക്ടറാണ്. അതായത് ഈ ക്യാരക്ടർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഓട്ടോമാറ്റിക് ആണെന്നാണ് അതിനർത്ഥം. ഹയാട്ടോ, സോണിയ, മാക്സിം ഇതൊക്കെ പോലുള്ളൊരു സാധാ ക്യാരക്ടറാണ്. അപ്പോൾ കെയ്റോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 22 വയസ്സാണ്. ആളാണെങ്കിൽ പട്ടാളത്തിലെ സ്പെഷ്യൽ ഓപ്പറേറ്ററാണ്. ഗൈസ്, ഇനി ക്യാരക്ടറിൻ്റെ മെയിൻ ഡീറ്റെയിൽസിലോട്ട് വരുവാണെങ്കിൽ ഈ ക്യാരക്ടേഴ്സിന് 2 മോഡായിട്ടാണ് വരുന്നത്. അതായത് ഡിഫൻസ് മോഡും ബ്രേക്കർ മോഡും. ഇതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു കസ്റ്റം മാച്ചിൽ പോയി കാണിച്ചു തരാം. പിന്നെ ഇവരിവിടെ എന്തൊക്കെയോ റെക്കമെൻഡഡ് പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവർ പറയുന്ന പോലെ തന്നെയുള്ള പ്രീസെറ്റ് ഫോളോ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ അവസാനം ഒരു കിടിലം പ്രീസെറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. ഗൈസ്, ഇനി ഈ ക്യാരക്ടറിനെ എക്യുപ്പ് ചെയ്യുന്നിടത്താണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് സ്കിൽ എന്താണെന്ന് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡിഫൻസ് മോഡിലാണെങ്കിൽ 2 EP നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. EP മൊത്തം ഫുൾ ആയിക്കഴിഞ്ഞാൽ നേരെ ബ്രേക്കർ മോഡിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു എനിമിയെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എനിമിയുടെ ആർമറിന് കിട്ടുന്ന ഡാമേജ് 120% എക്സ്ട്രാ ആയിരിക്കും. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് കുറേ ഗെയിംസൊക്കെ ഉണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കുറേ അധികം കോയിൻസ് ഉണ്ടാക്കാം. കോയിൻസൊക്കെ ടോപ്പ് ചെയ്ത് നിങ്ങൾ VIP എടുക്കാനൊക്കെ പറ്റും. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ ബോണസ് ഒക്കെ കിട്ടും. എന്നിട്ട് ആക്ടിവിറ്റി ഇവൻറ്റ്സിൽ പോവുകയാണെങ്കിൽ ഡെയിലി ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസ്, ഷെയർ ക്യാഷ്, റെഫറൽ റിവാർഡ്, ലോസ് കോമ്പൻസേഷൻ, VIP പ്രൊമോഷൻ റിവാർഡ്, ടെലിഗ്രാം ചാനൽ, ഒഫീഷ്യൽ റിമൈൻഡ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ വിഡ്രോയിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി. കോയിൻസ് ടോപ്പ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഈസിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡെപ്പോസിറ്റ്, സെക്കൻഡ് ഡെപ്പോസിറ്റ്, തേർഡ് ഡെപ്പോസിറ്റിലും നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നതായിരിക്കും. അത് 200% ക്യാഷും 150% ക്യാഷും 175% ക്യാഷുമാണ്. മാക്സിമം ബോണസിനെ കുറിച്ച് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കോയിൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഗൈസ്, ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഇൻവൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഫ്രീ ആയിട്ട് കോയിൻസ് ഏൺ ചെയ്യാം. ഡ്രാഗൺ ആൻഡ് ടൈഗർ എന്ന് പറയുന്ന ഗെയിം കളിക്കാം. ഡ്രാഗൺ ആണോ ടൈഗർ ആണോ വിൻ ചെയ്യുന്നതെന്ന് ചൂസ് ചെയ്യുക. ഡ്രാഗണിൽ ഞാൻ 3000 കോയിൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഡ്രാഗൺ ജയിച്ചുകൊണ്ട് തന്നെ എൻ്റെ 3000 കോയിൻ ഡബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ടൈഗറിലാണ് 3000 കോയിൻ വെക്കുന്നത്. ഇപ്പോൾ ടൈഗറാണ് ജയിച്ചത്. അപ്പോൾ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അതായത് ആ എനിമിയുടെ വെസ്റ്റും ഹെൽമെറ്റും 20% എക്സ്ട്രാ പൊട്ടുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിൽ 5 EP ഒരു സെക്കൻഡിൽ കുറയുന്നതായിരിക്കും. നമ്മുടെ EP ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആദ്യം ഡിഫൻസ് മോഡിലോട്ട് പോകും. ഗൈസ്, ഞാനിപ്പോൾ ഏതായാലും ഒരു കസ്റ്റം റൂമിൽ വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ വർക്കിംഗ് ആണോ എന്ന് വെച്ച് നോക്കാം. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ സ്കില്ല് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഗൈസ്, ഇവർ പറഞ്ഞ പോലെ തന്നെ 2 EP വെച്ച് ഒരു സെക്കൻഡിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ ക്യാരക്ടറൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ ക്യാരക്ടറിനാണെങ്കിൽ 3 EP വെച്ച് കിട്ടും. ഇവിടെ 2 EP വെച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ ഒരു സെക്കൻഡിൽ. ഗൈസ്, അപ്പോൾ ഇനി EP ഫുള്ളായി കഴിഞ്ഞാലായിരിക്കും ബ്രേക്കർ മോഡിലോട്ട് പോകുന്നത്. ഇനി ഏതായാലും നമുക്ക് EP ഫുള്ളാക്കിയിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ നോക്കാം. ഗൈസ്, ഇപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ EP ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി ഏതായാലും ബ്രേക്കർ മോഡിലോട്ട് പോകാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ എനിമിയുടെ ദേഹത്ത് തന്നെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെസ്റ്റ് പൊട്ടുമോ എന്നൊക്കെ നോക്കണമല്ലോ. ഗൈസ്, ഇവർ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെസ്റ്റും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട്. പൊട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒരു അനിമേഷനും കാണാൻ പറ്റും, ഒരു വയലറ്റ് കളറിലാണെങ്കിൽ. ഗൈസ്, ഞാൻ ഈ ക്യാരക്ടറിനെ യൂസ് ചെയ്തപ്പോഴാണെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഒരു തവണ ഡിഫൻസ് മോഡിൽ നിന്ന് ബ്രേക്കർ മോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഡിഫൻസ് മോഡിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ EP മൊത്തം കഴിഞ്ഞിരിക്കണം. BR മാച്ചസിലാണെങ്കിൽ അത് പോസിബിൾ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. CS-ലാണെങ്കിൽ ഒരു പുതിയ റൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തായാലും EP ഉണ്ടാവില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ 200 EP വാങ്ങിക്കഴിഞ്ഞാൽ നേരെ ബ്രേക്കർ മോഡിലോട്ട് പോകും. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഓവറോൾ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് ഈ ക്യാരക്ടറിന് ഒരു 10ൽ 7 റേറ്റിംഗ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് OP ക്യാരക്ടറൊന്നുമല്ല. വേറെ 20% മാത്രമേ എക്സ്ട്രാ കിട്ടുന്നുള്ളൂ. നമ്മുടെ ഹയാട്ടോനെ വെക്കുവാണെങ്കിൽ 5% എക്സ്ട്രാ കിട്ടും. പക്ഷേ ഇനി ഈ ക്യാരക്ടറിന് യോജിക്കുന്ന ഒരു സ്കിൽ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾ എന്തായാലും കെയ്റോസ് ക്യാരക്ടറിൻ്റെ കൂടെ ഹയാട്ടോനെ വെക്കുക. അപ്പോൾ 20 എന്നുള്ളത് 25% ആവും. അപ്പോൾ എനിമിയുടെ വെസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മിഗ്വലിനെയും കൂടെ വെക്കുക. അപ്പോൾ നമ്മളൊരു എനിമിയെ നോക്കോ കില്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EP കിട്ടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓറിയോൺ ക്യാരക്ടറിനെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഓറിയോൺ ക്യാരക്ടറിന് ഇഷ്ടമല്ല, അതിനെ മാച്ചസിലൊന്നും യൂസ് ചെയ്യാറില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് A124 എന്ന് പറയുന്ന ക്യാരക്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. ഗൈസ്, നിങ്ങൾക്ക് ഈ ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ടോ? ഈ ക്യാരക്ടറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയുക. പിന്നെ ഗൈസ്, ഈ പുതിയ ക്യാരക്ടറിനെ യൂസ് ചെയ്യാൻ അറിയാത്ത നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവൻ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.